ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വേറെ ലെവൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. RBI അപ്രൂവ്ഡുള്ള ഒരു കിഡിലം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്, ഫ്യൂച്ചേഴ്സ് ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രൊജക്റ്റ് ആകും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ഫിനാൻസ് ഫീൽഡിൽ ഫിനാൻസ് പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സിബിൽ സ്കോർ വളരെ വളരെ ആവശ്യമാണ്. സിബിൽ സ്കോർ ഇല്ലാതെ ഒരു പണിയും നടക്കില്ല. അത് ബാങ്കിലായിക്കോട്ടെ, NBFCയിലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അതേപോലെ തന്നെ ഏത് ലോണും, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, യൂസ്ഡ് കാർ ലോൺ ആയിക്കോട്ടെ, OD ആയിക്കോട്ടെ, എന്ത് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് സിബിൽ സ്കോർ വളരെ മാൻഡറ്ററി ആണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം വന്നിട്ട് ഒരു 55% പേർക്കും ഇല്ലാത്തതും സിബിൽ സ്കോർ തന്നെയാണ്. നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം മിക്കുള്ളവരുടെയും സിബിൽ സ്കോർ വളരെ വളരെ താഴ്ന്നിട്ടുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല, ആ ഒരു ഫിനാൻഷ്യലി എന്താ പറയുന്ന ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ആ സിബിൽ സ്കോർ താഴ്ന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാം, ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഒന്നും വേണ്ടാതെ ഒരു അടിപൊളി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു 4-5 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ലോൺ എങ്ങനെ കിട്ടാമെന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം ഇതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓടിച്ചാടി ലിങ്കിൽ പോയി അപ്ലൈ ചെയ്യരുത്, റിജക്റ്റ് ആകും. അപ്പോൾ ഇതൊരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ്. FD ബാക്ക്ഡ് മീൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഒരു ക്രെഡിറ്റ് കാർഡിൽ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ അതെല്ലാം ഇതിൽ നിന്നും, അതും അതിൻ്റെ ഇരട്ടിയോളം ഇതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ഓഫറും കാര്യങ്ങളുമെല്ലാം കിട്ടും. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. 1% ക്യാഷ് ബാക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ഇതിൽ പർച്ചേസ് ചെയ്താലും 1% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ ജോയിനിങ് ഫീ ഇല്ല, ആനുവൽ ഫീ ഇല്ല. സാധാരണ എല്ലാ ക്രെഡിറ്റ് കാർഡിലും എടുക്കുമ്പോൾ അവർക്ക് പേടിയാണ്. ആദ്യമേ ചോദിക്കുന്നത് തന്നെയാണ് ജോയിനിങ് ഫീ ഉണ്ടോ അല്ലെങ്കിൽ ആനുവൽ ഫീ ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ ചോദിക്കും. ക്രെഡിറ്റ് കാർഡ് എടുത്തവർക്ക് അറിയാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഒന്നും തന്നെ വേണ്ട, 100% അപ്രൂവലാണ്. ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് അപ്രൂവലായി കിട്ടും. ഇനി നിങ്ങൾക്ക് FD ഇടുകയാണെങ്കിൽ 7% ഇൻട്രസ്റ്റും കിട്ടും. ഇത്രയും നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡിൽ തരുന്ന വേറൊരു ആപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് 90%, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 90% നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരാം. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ഇത് സിബിലില്ലാത്തവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ മാഗ്നറ്റ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. RBIയുടെ അപ്രൂവോട് കൂടി നമുക്ക് ഏകദേശം 5000 രൂപ മുതൽ 25,000 രൂപ വരെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം. 5000 രൂപ ഇടുകയാണെങ്കിൽ അതിൻ്റെ 90% നിങ്ങൾക്ക് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാം. 5000ൻ്റെ 90% എന്ന് പറയുമ്പോൾ ഏകദേശം 4500 രൂപയോളം നിങ്ങൾക്ക് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാം. ദയവ് ചെയ്ത് കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതും എടുത്ത് ഇതിലും സിവിൽ ഇഷ്യൂ വരുത്തിയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ മുമ്പ് ഒരു ചെറിയ സൂചന പോലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേർക്ക് ഡൗട്ട് വന്നുകൊണ്ടാണ് മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരെന്നെ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറയുന്ന പോലെ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് സാർ ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ കിട്ടും, സിബിൽ സ്കോർ കുറവാണ്, കഴിഞ്ഞ മാസം 2 ഡ്യൂ വന്നായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസേഷൻ കൂടുതലാണ്, വേറെ കാർഡ്സോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം നിങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുക. ഇപ്പം 5000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങളതിൽ ഇടുക. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 5000 രൂപ നമ്മളെ കയ്യിൽ പാടായിരിക്കും. ഞാൻ നിർബന്ധിക്കുന്നതല്ല. ഉള്ളവർ ചെയ്യുക. സിബിൽ സ്കോർ വേണമെന്നുള്ളവർ, ഇനി ഫ്യൂച്ചറിൽ ലോൺ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് എടുത്തിരിക്കണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ പോകും. ഇവിടെ നിങ്ങളുടെ പേര്, ഇതൊന്നും പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ ഈ ഒരു മാഗ്നറ്റിൻ്റെ ആപ്പിലേക്ക് പോകും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, 7% ഇൻട്രസ്റ്റ് വരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഡെബിറ്റ്, അതായത് നിങ്ങൾക്ക് കാർഡ് നിങ്ങൾക്ക് ഫിസിക്കലി കിട്ടും, നിങ്ങൾക്ക് ഡിജിറ്റലി മൊബൈലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജോയിനിങ് ഫീ ഇല്ല, ആനുവൽ ഫീ ഇല്ല. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 100% വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി FD ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഇടുകയാണെങ്കിൽ 90% നിങ്ങൾക്ക് അതിൻ്റെ ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 90% വരെ നിങ്ങൾക്ക് എമൗണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി ഗെറ്റ് മൈ താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് ചൂസ് യുവർ FD എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് 5000 രൂപ, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കുറവ് 5000 രൂപയാണ്. പിന്നെ 10000, 25000 രൂപ. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ 25000 രൂപ ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 22500 രൂപയാണ്. FD ഇൻട്രസ്റ്റ് റേറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ്. 1797 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. ഇനി 5000 രൂപ ഇടുകയാണെങ്കിലും സെയിം മീൻസ് അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. FD ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമല്ലോ, അത്രയും ചെറിയ എമൗണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് 359 രൂപയുള്ളൂ. നിങ്ങളിപ്പോൾ 5000 രൂപ താല്പര്യമുള്ളവർ 5000 രൂപ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഗെറ്റ് മൈ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഇവിടം വരെ മാത്രമേ എനിക്ക് ആ ഒരു സ്ക്രീൻ വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ, കാരണം ബാക്കിയെല്ലാം അവർ ആക്സസ് ഡിനേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ അവരുടെ സെക്യൂരിറ്റി എത്രമാത്രം നമുക്ക് ചിന്തിക്കാമല്ലോ. ആ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ 5000 രൂപ ഡെപ്പോസിറ്റിന് ശേഷം നിങ്ങൾ അതായത് ഡെപ്പോസിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ, നിങ്ങളുടെ ഏതാണോ UPI യൂസ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ എമൗണ്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.